സോ ഗൈസ്, എല്ലാവർക്കും ആർട്ടിക്കിന്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഒരു കണ്ടന്റ് എടുക്കാനായിട്ട്. സോ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാപ്പി പോലും ഫണ്ണി കണ്ടന്റാ. കണ്ടന്റ് എന്ന് പറയുമ്പോൾ Q&A കണ്ടന്റ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് കുറേ പേര് റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു 120 പേരിലേക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് കുറച്ച് Q&A കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന് ആൻസറും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് സോ നൈസ് കണ്ടന്റ്. ഈ ഒരു കണ്ടന്റ് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു Q&A കാര്യങ്ങളൊക്കെ ഇട്ടേ. ഏതായാലും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം അങ്ങ് എടുത്തങ്ങ് മാറ്റിയാണ്. കാരണം കുറെ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്കിത് ഇത്ര പേർക്ക് ഇത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്റെ ലൈവ് സ്ഥിരം കാണുന്നവർക്കറിയും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. സോ കുറെ എണ്ണം 120 ഒരു 50 ഈ ഒരു Q&A ആയിരിക്കും തന്നിരിക്കുന്നത്. സോ അത് നമ്മൾ കാര്യമാക്കുന്നില്ല. നമുക്ക് ഏതായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിക്ക് പോവാം. നമുക്ക് ആദ്യത്തെ Q&A കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. സോ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോണേ സീക്രട്ട് ഓഫ് ബ്യൂട്ടി ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ്. കാര്യം പറയാലോ, നമ്മളൊന്നും ചെയ്യാറില്ല, നാച്ചുറൽ ബ്യൂട്ടിയാണ്. സീക്രട്ടും കാര്യങ്ങളൊന്നും ഇല്ല. സോ അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. സീക്രട്ടും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങൾ നല്ലോണം കിടന്ന് ഉറങ്ങുക ഗൈസ്. അപ്പൊ നിങ്ങൾ ഭംഗി വന്നോളൂ, മനസ്സിലായ? പിന്നെ ജനിച്ചപ്പോ തന്നെ ഭംഗിയത് കാരണം സ്വയം പൂർത്തിയതല്ല, കാര്യം പറഞ്ഞത്. ജനിച്ചപ്പോ തന്നെ ഭംഗിയത് കാരണം പിന്നെ പണ്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് അത് മാറ്റാം, വേറെ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല, സുഖമാണോ ആർട്ടിക്ക്? സുഖം തന്നെ മോളെ. നീ എങ്കിലും ചോദിച്ചല്ലോ സുഖമാണോ ആർട്ടിക്ക് എന്ന്. ഇവിടെ മാത്രമല്ല കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. സുഖമല്ല, സുഖം തന്നെ, നമുക്ക് സുഖം തന്നെ. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നത്. സോ നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാക്സിമം എൻ്റെ ചാനലും കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമാധാനമൊക്കെ പോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തത് വന്നിട്ടുണ്ട് ലവ് സ്റ്റോറി പറയൂ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ലവ് സ്റ്റോറി പറഞ്ഞുതരാം. ചിലപ്പോൾ ഈ ഒരു ലവ് സ്റ്റോറി ഒരു 5 മിനിറ്റ് അങ്ങ് നീണ്ടു പോകുന്ന ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കേൾക്കുക കേട്ടോ. സോ ലെറ്റ്സ് ഗോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് പറഞ്ഞാൽ നല്ല സങ്കടം വരും. ഏതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ പോണ്. സോ അന്നെന്ന് പറയുമ്പോൾ അതൊരു നൈറ്റ് ആയിരുന്നു. ലവ് സ്റ്റോറി കേട്ടാ. അന്നെന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് ആയിരുന്നു. ഈ നായിന്റെ മോൻ സമ്മതിക്കുന്നില്ല, പോടാ മയിൽ. സോ ഗൈസ്, അപ്പൊ ഞാൻ ലവ് സ്റ്റോറി പറയാൻ പോവാ. സോ എല്ലാവരും കേൾക്കുക. ഞാൻ ആദ്യം കണ്ടുമുട്ടി അവിടെ നിന്ന് പറയാം ഗൈസ്. ഞങ്ങൾ ശരിക്കും ലക്കില്ലാത്ത ഞങ്ങൾ കപ്പിൾസ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലിലായിരുന്നു. മനസ്സിലായി? കപ്പലിലായിരുന്നു കണ്ടുമുട്ടുന്നത്. ഇവിടെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായിരുന്നു. ഇവളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നല്ല റിച്ച് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ മതി. കാരണം നമ്മൾ അത്രയും റിച്ച് ഫാമിലിയിലൊക്കെ പോയി നമ്മളിങ്ങനെ എനിക്ക് തന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൻ പോയി പറയുമ്പോൾ അതിനൊരു ഗുമ്മുണ്ടാകത്തില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവൾ ഈ ഒരു കപ്പലിന്റെ സൈഡ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സോ അവളെന്തോ സൂയിസൈഡ് ചെയ്യാനായിട്ട് എന്തോ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് പാവം പെണ്ണിനെ രക്ഷിച്ചു വിടാം, എന്തിനാ അവൾ വെറുതെ എന്തിനാ മരിക്കുന്നേ, ഞാനൊക്കെ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു അവളെ കാണാൻ. അപ്പൊ ഞാൻ നേരെ പോയി അവളോട് ചോദിച്ചു, ഇങ്ങനെ നീ എന്തിനാ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്, അവളോട് സൂയിസൈഡ് ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ പിടിച്ച് മാറ്റി. സോ അവിടെ നിന്ന് അവൾക്ക് എന്നെ അവിടെ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. ലൈക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ സംസാരിച്ച് ആ ഒരു ദിവസം ഉള്ളൂ. സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ നല്ല രീതിക്ക് ഫ്രണ്ട്സായി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വരെ ഞങ്ങൾ അങ്ങനെ ഒന്ന് സെറ്റായി. രണ്ടുപേർക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറഞ്ഞ് ഞങ്ങൾ സെറ്റായി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു കപ്പലിൽ എന്തോ വലിയ സൗണ്ട്. ആ സൗണ്ടോട് ഞങ്ങൾ ടെൻഷനായി പോയി നോക്കുമ്പോൾ ഒരു കപ്പൽ ഒരു ഐസി പോയി ഇടിച്ചു. ഞങ്ങൾ കാര്യമാക്കിയില്ല, കാരണം ഇത്രയും വലിയ കപ്പല് ആ ഒരു ചെറിയ ഐസി പോയി ഇടിച്ചൊന്നും ആവാൻ പോകുന്നില്ല, മനസ്സിലായ? എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഈ കപ്പൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആടാനൊക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ശരിക്കും ടെൻഷനായി, ഇതെന്നെ പറ്റിയെന്നൊക്കെ വേണ്ടി നോക്കുമ്പോൾ അടിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കി അങ്ങോട്ട് മേലേക്ക് ഓടി ലാസ്റ്റ് മനസ്സിലായി കപ്പൽ വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇനി എന്തായാലും മുങ്ങും. സോ ലൈഫ് ബോട്ടിലൊക്കെ കയറി രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈഫ് ബോട്ടിലും കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ പോയി. ഒരു പകുതി എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ലൈഫ് ബോട്ടിൽ പോയല്ലോ, ഞങ്ങൾ അതിൽ ഒറ്റയ്ക്കായി. ആ കപ്പൽ മുങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ മുങ്ങി. സത്യം പറഞ്ഞാൽ അവൾ ആ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സങ്കടം വരികയായിരുന്നു, മനസ്സിലായ? കാരണം ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ കൊണ്ടുപോയ ലൈഫ് സ്റ്റോറിയാണ്. അതിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. ആലോചിക്ക്. എടാ ലവ് സ്റ്റോറി എനിക്ക്
എടാ എനിക്ക് പെണ്ണ് സെറ്റ് ആവാത്ത എനിക്ക് എവിടെ നിന്നാടാ ലവ് സ്റ്റോറി ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി പറയണം, അല്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ, പോടാ അവിടെ നിന്ന്. സോ അടുത്തത് വന്നിട്ടുണ്ട്. എന്നാലും ഈ താടിയും മീശയും ഒന്നുമില്ലാത്ത അന്നെ പോലെ ഉള്ളവർക്ക് എവിടെന്നാ പെണ്ണ് കിട്ടുന്നത്? പൊന്നു മച്ചു, ഒരു കാര്യം പറയാ, ഈ താടി ഇത്രയ്ക്ക് താടിയും വളർത്തി ഇത്രയ്ക്ക് മീശയും വളർത്തി മറ്റേ കാട്ടാളന്മാരെ പോയി കഴിഞ്ഞാൽ പെമ്പിള്ളാര് കിട്ടത്തില്ല, മനസ്സിലായ? നിനക്കൊന്നും ഒരു പെണ്ണ് പോലും വന്നിട്ടുണ്ടാവില്ല, മനസ്സിലായില്ലേ? എടാ നമ്മള് ചെറിയ പ്രായമാടാ, ഞാൻ കൊച്ചു കുഞ്ഞാ, എനിക്കൊന്നും മീശയും താടിയും വരാൻ ആയിട്ടില്ല, മനസ്സിലായ? പിന്നെന്ന് പറയുമ്പോ അതൊക്കെ ഔട്ടായി പോയി. ലൈക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ചിലപ്പോ ഇനി ലൈവ് ചെയ്യുമ്പോൾ താടിയൊക്കെ വെച്ചിട്ട് ജോലി കാണിച്ചിട്ട് വരും, പറയാൻ പറ്റത്തില്ല, മനസ്സിലായ? എന്നാലും അവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവന് പോലും താടിയില്ല, അവന്റെ ഫോട്ടോ എനിക്ക് കാണിക്കാൻ വയ്യ, അവന് താടിയില്ല, എന്നിട്ടാണ് അവൻ ഈ കൊണ. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോ കുറച്ച് നൈസാണ്. നിന്നെ കാണാൻ നല്ല ക്യൂട്ടാ, ഏതെങ്ങനെ? എന്നെ കാണാൻ ക്യൂട്ടായത് എങ്ങനെ? അതും മറ്റേതേ പോലെ തന്നെ. അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ജനിച്ചപ്പോ തന്നെ നല്ല ക്യൂട്ട്നെസ് കിട്ടിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. എനിക്ക് അങ്ങനെ ക്യൂട്ട്നെസ് വന്നു. ഗൈസ് നിങ്ങൾ സത്യം പറഞ്ഞാ. സോ നെക്സ്റ്റ് എക്സാം അല്ലേ പഠിച്ച എന്റെ പൊന്നു ബ്രോ, ഞാൻ ലൈവ് ഈ ഡെയിലി രാത്രി 6 മണി to 10 മണി വരെ ലൈവ് ഇടുന്ന നിങ്ങൾ കാണുന്നതാണ്. എന്നിട്ട് ഞാൻ പഠിക്കത്തില്ല, കാര്യം പറഞ്ഞു, ഞാൻ പഠിക്കുന്ന പരിപാടിയില്ല ഇവിടെ. ചുമ്മാ ഇരിക്കുക വീട്ടിൽ, ചുമ്മാ ഇരിക്കുക, ലൈവ് ഇടാം, അല്ലാതെ പഠിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല, മനസ്സിലായ? സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ശരിയായൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫേവറേറ്റ് കളർ ഏതാ? നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്ക് അറിയാം ഗൈസ്. നമ്മള് ഫേവറേറ്റ് കളർ എന്നെ ഇപ്പൊ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലാക്ക് ആണ് ഗൈസ് നമ്മുടെ ഫേവറേറ്റ് കളർ, നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ഷർട്ട് ബ്ലാക്ക്, മറ്റേ ഇത് ബ്ലാക്ക്, മൗസ് ബ്ലാക്ക്, കീബോർഡ് മാത്രം ഞാൻ വൈറ്റ് വാങ്ങി, അത് കിഴപ്പ്. സോ അതങ്ങനെ ബ്ലാക്ക് കളർ. എടാ ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആരിട്ടാലും അത് എന്തിന്റെ കൂടെ ഇട്ടാലും ചേരും ബ്ലാക്ക്, മനസ്സിലായി? സോ നെക്സ്റ്റ് നോക്കാം. എനിക്കൊരു പെണ്ണിനെ സെറ്റായി തരൂ. ഈടെ എന്നെ കണ്ടാ നിനക്ക് എന്നടാ ബ്രോക്കറായി തോന്നുന്നുണ്ടാ കുരുപ്പേ? ഒരു പെണ്ണ് സെറ്റായി തരുമോ എന്നൊക്കെ ചോദിക്കാൻ. എടാ അത് നീ നിന്റെ കഴിവോടെ മുത്തേ പെണ്ണ് സെറ്റ് ആക്കാനല്ല, എന്നോട് ഒന്നും കൊണ്ട് കല്ല. ഇനി ഗൈസ് കുറെ പേര് ചോദിച്ചത്, നീ കമ്മിറ്റഡ് ആണോ? കുഞ്ഞു മക്കളെ എന്നെ വെറുതെ വിടുക. ആർട്ടിക്ക് കമ്മിറ്റഡും ഒന്നും അല്ല, ആർട്ടിക്ക് ഒറ്റയ്ക്കാ, കാര്യം പറയാലോ. അല്ലടാ ഇപ്പൊ തന്നെ ഇങ്ങനെ നമ്മള് സിഗ്മ ചെയ്താ ഓക്കെ, നമ്മളതാ, മനസ്സിലായോ, സിഗ്മയാ. സോ അത് അങ്ങനെ പോട്ടെ. സോ ഇന്നത്തെ എന്തായാലും ഞാൻ കുറെ ഒരു 120 മേലേക്ക് കുറെ മറ്റേ Q&A കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതൊന്ന് കുറച്ച് നല്ലത് മാത്രം തരാം. നല്ലത് മീൻസ് എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് നല്ലത് മാത്രം എടുത്തിട്ട് അങ്ങ് പറഞ്ഞ് ഒരു വീഡിയോ അങ്ങ് ചെയ്ത്, അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടേ. സോ അപ്പൊ ഇത്ര നേരം കണ്ടിട്ട് ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ 10K എന്ന് പറഞ്ഞ വലിയൊരു അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കൂടി തുടങ്ങിയത്. സോ പിന്നെ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഏതായാലും ഇതുപോലത്തെ നല്ല അടിപൊളി വേറെ തരങ്ങളും പല വിധത്തിലും പല സൈസിലുമുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി വരുന്നതായിരിക്കും. സോ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ മാക്സിമം എന്റെ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോവാം. ഓവർ ഉറപ്പിക്കുന്നൊന്നുമില്ല നിങ്ങളെ. സോ നമ്മൾ നേരെ പോവാണ്. സോ നാളെ ലൈവ് ഉണ്ടാവും, എല്ലാവരും കയറുക. ഓൾ ഡേ 6 PM നമ്മൾ ലൈവ് ഉണ്ടാവും. സോ എല്ലാവരും വരിക. സോ ഗൈസ് അപ്പോൾ ഇതുപോലത്തെ മോർ കണ്ടന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കമന്റ് ചെയ്യുക, വല്ല പോരായ്മകളുണ്ടെങ്കിലും കമന്റ് ചെയ്തോ, എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. അപ്പോൾ ലവ് യു, ടേക്ക് കെയർ, ബൈ.